ഇവിടെ വരെ വരുന്നവര് ഇവിടെ വരെ വന്നാൽ മതി. പക്ഷെ സൂക്ഷിക്കണം, ട്രക്കിംഗ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് എക്സ്ട്രാ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കണ അല്ല. ഞങ്ങളൊരു 5:40 കയറിയതാ. അപ്പോൾ എന്തായാലും കയറാന്ന് വെച്ചു. ഐസ് കിട്ടില്ല ട്രക്കാട്ടോ. അതായത് ഈ പാറകളൊക്കെ ഉണ്ടല്ലോ. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു 4:50 പുലർച്ചെ 4:50 4:15 ഇതാ. ഞങ്ങളിത് എവിടേക്ക് മുതുകുര മലയ്ക്ക് സൺറൈസ് കാണാൻ പോവാ. വണ്ടികളൊന്നും ഇല്ല കേട്ടോ, ഒരു വണ്ടികളില്ല. ഓ, ഈ ട്രിപ്പിന് 3 പ്രാവശ്യം തോന്നുന്നു. ഇത് 3ാമത്തെയോ 4ാമത്തെ പ്രാവശ്യം നേരത്തെ എനിക്കണേ, പുലർച്ചയൊക്കെ നേരത്തെ എനിക്കണേ. ഇവിടുന്നൊരു 10-12 കിലോമീറ്ററാണ്. 11 കിലോമീറ്റർ നോക്കിയോ, 11 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോ. ഞങ്ങളൊരു 5:40 കയറിയതാ. 10 മിനിറ്റായി. നല്ല സ്റ്റീപ്പാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റാണ് കേട്ടോ. കുറച്ചൊക്കെ നല്ല വഴിയും പിന്നെ കുറച്ച് മറ്റേ വലിയ പാറകളുടെ ഒക്കെ ഇവിടെ നല്ല സ്റ്റീപ്പാ ട്രക്ക്. മല കയറാനുള്ള പ്ലാനാണ്. എത്തിയാൽ മതിയായിരുന്നു. ഓക്കെ. വഴി കഴിഞ്ഞ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ഗൈസ്, നേരത്തെ കണ്ട ആ പീക്കിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. യെസ്, സൺറൈസ്. ഇത് ഏറ്റവും താഴേക്ക് പോകണം. അവൻ അവിടെ ഇവിടെ അറ്റത്താ ജേടി നിർത്തി പകുതിക്ക് വെച്ച്. ഇതാണ്. അപ്പുറത്തിങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ഹൈസ്റ്റ്, അതിനേക്കാളും ഹൈ ആണിത്. ഞാൻ അവിടെ എത്തിയ അവസാനം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമൊന്നും ഉണ്ടാവില്ല. മുതുകുര മല ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണം. അപ്പോൾ ഞാൻ എന്തായാലും കയറാമെന്ന് വെച്ചു. നൈസ് കിട്ടില്ല ട്രക്കാട്ടോ. അതായത് ഈ പാറകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ പാറകളിലാണ്. നിങ്ങൾ ആദ്യം വന്നൊരു വ്യൂ പോയിന്റ് ഇല്ല, അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനത്തെ ട്രക്കാണ് കൂടുതൽ. പാറയുടെ ഇടകൂടെ കയറാം. പിന്നെ വലിയ ഇഞ്ചിപ്പുല്ലുണ്ട്, അതിൻ്റെ ഇടകൂടെ പോവുക. ഇഞ്ചിപ്പുല്ലല്ല, ആ വലിയ പുല്ല്, അതിൻ്റെ ഇടകൂടെ കയറി വരാം. അങ്ങനെയൊക്കെയാണ്. ഓ മാൻ, അങ്ങനെ എത്തി, മേലെത്തി. അവൻ താഴെ മറ്റേ വ്യൂവിൻ്റെ ആ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് കണ്ട വ്യൂയുടെ അവിടെ ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഇനി ഇവിടെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ റിഗ്രറ്റ് ആവും. ഞാൻ അതുകൊണ്ട് കയറിയതാ. ഇതാ സൺറൈസ്.
സൂര്യൻ ഇതാ പൊങ്ങി വരുന്നു. അടിപൊളിയുണ്ട് കേട്ടോ. പക്ഷെ ചക്രാമുടിയുടെ അത്ര ഇല്ലെങ്കിലും സംഭവം വേറൊരു ഫീലായിട്ടുണ്ട്. യെസ്, ഗൈസ്. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങാണ്. സൂര്യൻ ഉച്ചസ്ഥാനാവണുള്ള മുന്നേ ഞാൻ ഇറങ്ങി തുടങ്ങാം. ഏകദേശം ഇപ്പോൾ ചൂടായി തുടങ്ങി. ഇനിയിപ്പോൾ അവൻ്റെ അവിടെ എത്തണം. അവൻ്റെ അവിടെ എത്താൻ കുറച്ച് അടിയിലേക്ക് ഇറങ്ങണം, എന്നാൽ പെട്ടെന്ന് എത്തും. അടിയിലേക്കല്ലേ, ഇതിപ്പോൾ മെമ്മറി കഴിയാറായി. ഞാൻ അവൻ്റെ പിക്സലും കൂടി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇത് കുറച്ച് ഉണ്ടായിരുന്നത്. അവൻ ആ പകുതിക്ക് വെച്ച് അവിടെ നിന്നു. അപ്പോൾ പിക്സൽ ഫോൺ അവൻ്റെ ഇല്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഇതായപ്പോൾ കഴിയാറായി, മെമ്മറി കഴിയാറായി. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇറങ്ങി തുടങ്ങാം, അവൻ്റെ ഒപ്പം ജോയിൻ ചെയ്യും. അപ്പോൾ ഓക്കെ, ഫ്രം മുത്തുകോരമല. ഗൈസ്, ഈ പാറക്കോട് ഇങ്ങനെ കയറി പോകണം. ഇങ്ങനത്തെയാണ് കൂടുതലും ഉണ്ടാവുക, മറ്റേ ജേടി നിൽക്കണ പോയിന്റ് തൊട്ട്. ഞാൻ ജേഡിയായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ട്രക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ കുറച്ച് സ്റ്റീപ്പായിട്ടാണ് വരുന്നത്, ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. പക്ഷെ അത് കുഴപ്പമില്ല. ഈ അമേച്ചേഴ്സ് ലൈക്ക് ജേഡി അവർക്കുള്ളതൊക്കെ ആണെങ്കിൽ ഇവിടം വരെ എത്താൻ വലിയ കുഴപ്പമില്ല. എന്നാലും സൂക്ഷിക്കണം, ട്രക്കിംഗ് അല്ലേ, കുറച്ച് സൂക്ഷിക്കണം. പിന്നെ ഇവിടം തൊട്ട് ആ ടോപ്പ് വരെ അത് ഞാൻ മാത്രമേ കയറിയുള്ളൂ. അമേച്ചറായ ജേഡി കയറിയില്ലേ, ഞാൻ മാത്രമേ കയറിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് കണ്ട ഇങ്ങനെ ഈ പാറകൾ കണ്ട, ഈ പാറകളുടെ ഇടകൂടൊക്കെ വേണം പോണ്ടി വരാൻ. അപ്പൊ അത് കുറച്ചധികം സൂക്ഷിക്കേണ്ടി വരും. ഇവിടം വരെ വരുന്നവര് ഇവിടം വരെ വന്നാൽ മതി. പക്ഷെ സൂക്ഷിക്കണം, ട്രക്കിംഗ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എക്സ്ട്രാ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കണ അല്ല. പിന്നെ മഴക്കാലത്ത് എന്തായാലും സേഫ് അല്ല. ഇവിടെ പാറയാണ്, നല്ല വഴുക്കലുണ്ടാവും. ഇപ്പൊ തന്നെ ഞാൻ കുറെ വഴുക്കി. ഇന്നലെ വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് വൈകിട്ട്, ഇവിടെ വൈകിട്ട് കുറച്ച് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് മഴ പെയ്യും. അപ്പോൾ മഴക്കാലത്ത് വരണത് സേഫ് അല്ല. ഒരു നവംബർ ഡിസംബർ തൊട്ട് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ വരെ കുഴപ്പമില്ല, നൈസാണ്. ഐ മീൻ സൺസെറ്റ് കാണാൻ വരാൻ ഒരു മഴക്കാലത്തിന് മുന്നേ വന്നാലും കുഴപ്പമില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് സൺറൈസ്, സൺസെറ്റ് അല്ല സൺറൈസ്. ഇവിടെ സൺസെറ്റ് ഉണ്ടാവും, അടിപൊളിയായിരിക്കും ഇവിടെ സൺസെറ്റ് കാണാൻ. മുതുകോരമല. ഇവിടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്, വഴിയുണ്ട്. ഇതിൽ കൂടെയാണ് കയറി തുടങ്ങണത്. ഇതിൽ കൂടെ ഇങ്ങനെ കയറി തുടങ്ങണത്. ഞങ്ങളൊരു 5:40 കയറി തുടങ്ങിയത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5:30 കയറി തുടങ്ങണം. അപ്പോൾ കുറച്ചുകൂടി നൈസായിട്ടുള്ളൊരു വ്യൂ കിട്ടും. ഇത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വഴി തെറ്റാൻ സാധ്യതയുണ്ട്. ഈ എന്താ പറയുക, കുറേ ട്രയൽസ് പോലെ തോന്നും നമുക്ക്. പക്ഷേ ഇറങ്ങുമ്പോൾ കറക്റ്റ് തെളിച്ച വഴിയിലൂടെ നടന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് എത്തും താഴെ. പിന്നെ ഒറ്റയ്ക്ക് ഇത് ചിലപ്പോൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. കയറുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഇറങ്ങുമ്പോഴാണ് കുറച്ച് ഡൗട്ട് വന്നത്. ഇതിപ്പോൾ ഏത് വഴി ഇറങ്ങണ്ട, എങ്ങനെയാണെന്ന് ഡൗട്ട് വന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ മറ്റേ തെളിച്ച വഴിയുണ്ട്, അതായത് കറക്റ്റ് കുറേ നടക്കുമ്പോൾ ഒരു വഴി പോലെ തോന്നും നമുക്ക്. വഴി പോലെയാണ്, ആ വഴി കൂടെ നടന്നാൽ മതി. തെളിച്ച വഴി കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റും, താഴേക്ക് എത്താൻ പറ്റും. വേറെ വഴിയൊന്നും പോകാൻ നിൽക്കണ്ട, തെളിച്ച വഴി കൂടെ പോവാം. അങ്ങനെ ചെയ്യാം. പരമാവധി എന്താ പറയുക, ഇവിടുത്തെ വല്ല ലോക്കൽസിൻ്റെ ഒപ്പം പോണതായിരിക്കും നല്ലത്. വഴി തെറ്റാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് വഴി തെറ്റുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കലിനെ പരിചയപ്പെട്ട് ആളുടെ ഒപ്പം പോണതായിരിക്കും ബെറ്റർ. ഇതാണ് ഫസ്റ്റ് മുതുകോരമല. ഇങ്ങനെ കാണിക്കും, നേരെ പോവുക. നേരെ പോയിട്ടാണ് ഞാൻ കാണിച്ച രണ്ടാമത്തെ ഫ്ലെക്സ്. അതുകൂടെ ട്രക്കിങ് തുടങ്ങും. ഇതുകൂടെ നേരെ ബൈക്കിൽ പോകാൻ പറ്റും. ഇതാണ് ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ സൈഡിലെ ഫ്ലെക്സ് നേരെ പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രി പോയിന്റ്. ടാറിട്ട റോഡാണ്. ടാറിട്ട റോഡിൽ നിന്ന് കോൺക്രീറ്റ് റോഡിലേക്ക് റൈറ്റിലേക്ക് പോവുക. ഇതെവിടെ ബോർഡും ഉണ്ട്, മുതുകോരം ഹില്ല്, പിന്നെ എണ്ടയാറ്, പൂഞ്ഞാറ്, ഈരാട്ടുപേട്ട. ഓക്കെ, ഈ വഴി ഇങ്ങനെ നേരെ പോവുക. പിന്നെ അവിടെ കുറച്ച് ഫ്ലെക്സുകളുണ്ട്, അത് നോക്കി പോയാൽ മതി. ഓക്കെ, അവിടെ പോയിട്ട് ഒരു ജംഗ്ഷൻ പോലെ വരും, ഒരു പോസ്റ്റ് സെൻട്രലായിട്ട്. അവിടെ നിന്ന് വീണ്ടും റൈറ്റ് എടുത്തിട്ട് പോവുക. പിന്നെ അവിടെ ഒരു 2 ഫ്ലെക്സ് ഉണ്ടാവും, അത് നോക്കി പോയാൽ മതി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ തിരിച്ചെത്തി. ഇനി ഒന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. മാക്സിമം പറ്റുകയാണെങ്കിൽ പൂഞ്ചിറ കയറണം.
അതിനാണ് പെട്ടെന്ന് വിളിക്കുക, ഇറങ്ങുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മറ്റേ മുതുകുമരം മലയ്ക്ക് മാപ്പ് ഇടുമ്പോൾ ഒരു കറക്റ്റ് ഒരു പൊസിഷൻ, മാപ്പിലൊരു പൊസിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ 1.5 to 1.7 1.8 ആ അത്രയും കിലോമീറ്റർ എക്സ്ട്രാ കുറച്ചുകൂടി പോകണം. എന്നിട്ട് അപ്പോഴാണ് ഈ കോൺക്രീറ്റ് റോഡ് കാണാം. റൈറ്റിലേക്കുള്ള ഒരു കോൺക്രീറ്റ് കയറ്റത്തേക്കുള്ള കോൺക്രീറ്റ് റോഡ് കാണാം. ഒരു 1.5 കിലോമീറ്ററും കൂടെ ഒന്ന് പോകണം, ഫ്രണ്ടിലേക്ക് പോകണം.